Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് എ ഐ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എ ഐയും അതുപോലെ തന്നെ സംരംഭകത്വവും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് എ ഐ ഉപകാരപ്രദമാകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എ ഐ എന്ന് പറയുന്നതും ഓൺടർപ്രണർഷിപ്പും ആർ ക്ലോസ്ലി കണക്റ്റഡ് ഇൻ ദ മോഡേൺ ബിസിനസ് വേൾഡ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ബിസിനസ്സും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഓൺടർപ്രണേഴ്സ് എപ്പോഴും എന്താ ചെയ്യുന്നത്, സംരംഭകർ എപ്പോഴും യൂസ് ചെയ്യുന്നത് എ ഐ ടെക്നോളജിയാണ്. അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും സർവീസുകൾ ഡെവലപ്പ് ചെയ്യാനും ബിസിനസ് സൊല്യൂഷൻസ് കണ്ടെത്താനും ഒക്കെ എല്ലാ ഓൺടർപ്രണേഴ്സും എ ഐ ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്. ഇതുവഴി സ്റ്റാർട്ടപ്സും ബിസിനസ്സിനൊക്കെ കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആവാനും കസ്റ്റമർ സർവീസും അതുപോലെ നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മേജർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചോളം എന്തൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒന്നാമത്തത് എ ഐ പവേർഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ചാറ്റ് ബോട്ട് ഡെവലപ്മെൻറ്റ് സർവീസുകളുണ്ട്. എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഉണ്ട്. സ്മാർട്ട് ഫാമിംഗ് ടെക്നോളജീസ് വരുന്നുണ്ട്. എ ഐ കൺസൾട്ടിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ ഐ പവേർഡ് ഉള്ള മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് എ ഐ പവേർഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സ്മാർട്ട് ആൻഡ് ഫീച്ചേഴ്സ്, ബെറ്റർ യൂസർ എക്സ്പീരിയൻസ്, ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ വളരെ ബെറ്റർ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സ്പീരിയൻസുകളായിരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത്. ഈ ആപ്സ് യൂസ് ചെയ്യുക വഴി നമ്മുടെ ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. കാരണം വോയിസ് റെക്കഗ്നീഷൻ, അതുപോലെ റെക്കമെൻഡേഷൻസ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുക. പിന്നെ പല ബിസിനസ്സുകളും ഈ എ ഐ ആപ്പ് യൂസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡ്, ഹെൽത്ത് കെയർ, ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓൺടർപ്രണേഴ്സിന് അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മൊബൈൽ ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അതുപോലെ അവരുടെ കസ്റ്റമറുടെ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴി വളരെയധികം സഹായകമാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാറ്റ് ബോട്ട് ഡെവലപ്മെൻറ്റ് സർവീസുകളാണ്. ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഐ പ്രോഗ്രാംസ് തന്നെയാണ്. ഇതിലൂടെ കൃത്യമായിട്ട് യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജോ ആയിട്ട് യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡാണ് ചാറ്റ് ബോട്ടുകൾ എന്ന് പറയുന്നത്. ബിസിനസ്സുകാർക്ക് ഈ ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റും. അതുപോലെ ചാറ്റ് ബോട്ട് സർവീസുകൾ യൂസ് ചെയ്യാൻ വെച്ചാൽ ഓർഗനൈസേഷൻ ഒരുപാട് സമയവും അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഓൺടർപ്രണേഴ്സിന് ഇതിലൂടെ തന്നെ ചാറ്റ് ബോട്ട് ഡെവലപ്മെൻറ്റ് സർവീസുകൾ ഓഫർ ചെയ്യാൻ പറ്റുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് ചാറ്റ് ബോട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തായിട്ട് പറയുന്നത് എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ആണ്. എ ഐ എല്ലാ മേഖലയിലും ഇന്ന് യൂസ്ഫുൾ ആണ്. ഹെൽത്ത് കെയറിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രോഗം നമുക്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ മെഡിക്കൽ അനാലിസിസ് ചെയ്യാനും പേഷ്യൻറ്റ് കെയറിനും ഒക്കെ എ ഐ യൂസ് ചെയ്യാം. എ ഐ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഡോക്ടേഴ്സിന് വളരെ ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഒരു രോഗിയെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ രണ്ടാമതൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എ ഐ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടും ശരിയായ രീതിയിലും കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എന്താണ് ആ സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടേഴ്സിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എ ഐ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഓൺടർപ്രണേഴ്സിന് ഈ എ ഐ യൂസ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ ടൂൾസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സർവീസസ് കൊടുക്കാം. ഹോസ്പിറ്റൽസിനും ക്ലിനിക്സിനും ഒക്കെ അവരുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഇതുവഴി നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ മെത്തേഡാണ് സ്മാർട്ട് ഫാമിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. സ്മാർട്ട് ഫാമിംഗ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അതിൽ എ ഐ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ അല്ലെങ്കിൽ ക്രോപ്പ് പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കൃഷി മേഖലയിലും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഹെൽപ്പ് എന്ന് പറയുന്നത് ഫാമേഴ്സ്, കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്ത വിളകളുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അതിനെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ വെതർ ഇറിഗേഷൻ, ആ കാര്യങ്ങൾ, കാലാവസ്ഥയെക്കുറിച്ചും അത് വെള്ളം നനയ്ക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും പ്ലാന്റിൻ്റെ ഹെൽത്തിനെക്കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അതുപോലെ വേസ്റ്റേജ് ഇൻ ഫാമിങ്, നമുക്ക് അനാവശ്യമായിട്ടുള്ള സമയം പാഴാക്കുന്നതും അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കാനും ഒക്കെ നമുക്കിതിലൂടെ സാധ്യമാവുന്നതാണ് പറയുന്നത്. ഓൺടർപ്രണേഴ്സ് ക്യാൻ ഡെവലപ്പ് എ ഐ ബേസ്ഡ് ഫാമിംഗ് സൊല്യൂഷൻസ് ഫോർ മോഡേൺ അഗ്രികൾച്ചർ. പുതിയ കൃഷി രീതികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ഫാമിങ്സ് എന്ന് പറയുന്നത്.
ഇനി അഞ്ചാമതായിട്ട് പറയുന്നതാണ് AI കൺസൾട്ടിങ് സർവീസുകൾ എന്ന് പറയുന്നത്. കൺസൾട്ടൻസി സർവീസുകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ടെക്നോളജീസ് വളരെ ഇഫക്റ്റീവായിട്ട് AI ടെക്നോളജീനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. കൺസൾട്ടൻസ് പ്രധാനമായിട്ടും ഓർഗനൈസേഷനെ ഗൈഡ് ചെയ്യാണ് സെലക്ടിങ് സ്യൂട്ടബിൾ AI ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഓരോ ഓർഗനൈസേഷനും അനുയോജ്യമായിട്ടുള്ള AIയുടെ ടൂൾസും സ്ട്രാറ്റജീസും എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത്തരത്തിലുള്ള കൺസൾട്ടൻസി സർവീസ് കൊണ്ട് ഉപകാരപ്പെടും. ആൻഡ് ഓൾസോ ഹെൽപ്പ് കമ്പനീസ് സോൾവ് ബിസിനസ് പ്രോബ്ലംസ് യൂസിങ് AI സൊല്യൂഷൻസ്. ഓരോ ഫേമും യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ബിസിനസ് പ്രോബ്ലംസിന് AI യൂസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. ഓൺടർപ്രണേഴ്സ് വിത്ത് AI നോളജ് ക്യാൻ സ്റ്റാർട്ട് കൺസൾട്ടിങ് ബിസിനസ് ആൻഡ് സപ്പോർട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത്തരത്തിൽ പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് AI യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കൺസൾട്ടൻസി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ AIയും അതിന് സംരംഭകവുമായിട്ട് അല്ലെങ്കിൽ സംരംഭത്വവുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ചെയ്യാൻ പറ്റും, ഭാവിയിൽ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ഒക്കെയാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്.